സമീർ, ഈ കുട്ടികളെ കാണാതായതിൻ്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? ഈ കുട്ടികൾക്കായിട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയോ? എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ? നമുക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുമോ? എസ് കെ ഇതുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ മുംബൈയിലെത്തി തെരച്ചിൽ നടത്താനുള്ള നീക്കമാണ് നിലവിൽ പോലീസ് നടത്തുന്നത്. മാത്രമല്ല അവിടെയുള്ള മലയാളി അസോസിയേഷൻ മുഖേനയൊക്കെ തന്നെ പോലീസ് വിശദമായ ആശയവിനിമയം നടത്തുന്നുമുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി എത്തിയതിൻ്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഈ പെൺകുട്ടികൾ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ CCTV ദൃശ്യം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ പെൺകുട്ടികൾ തിരൂരിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ കടയിലെത്തി കൂടുതൽ സാധനങ്ങൾ വെള്ളവും ഒക്കെ തന്നെ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വസ്ത്രം മാറിയതിനു ശേഷമുള്ള CCTV ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അത് കൂടുതൽ ഈ പെൺകുട്ടികളെ തിരിച്ചറിയാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യവും ഈ തെരച്ചിലേറെ നിർണായകമായി മാറുകയാണ്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ പെൺകുട്ടികളെ കാണാതാവുന്നത്. ഈ താനൂർ സ്വദേശികളായിരിക്കുന്ന അശ്വതി, ഫാത്തിമ ഷഹദ എന്നീ രണ്ട് പെൺകുട്ടികളാണ് വീട്ടിൽ നിന്നും എക്സാമിനാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പോകുന്നു. പിന്നീട് ഈ പെൺകുട്ടികൾ സ്കൂളിൽ എത്താത്ത സാഹചര്യം വന്നതോടുകൂടി അധ്യാപകർ വീട്ടിൽ ബന്ധപ്പെട്ടപ്പോഴാണ് പെൺകുട്ടികളെ കാണാതായ വിവരം ഈ കുടുംബത്തിന് മനസ്സിലാകുന്നത്. പിന്നാലെ കുടുംബം താനൂർ പോലീസിൽ പരാതി നൽകി വിശദമായ തിരച്ചിലിനായി നേതൃത്വം നൽകുകയായിരുന്നു. ഇപ്പോൾ താനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികളുടെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ അത് കോഴിക്കോടാണെന്ന് കണ്ടെത്തി. അങ്ങനെ കോഴിക്കോട് തിരച്ചിൽ നടത്തുമ്പോഴാണ് ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് ഈ കാണാനാവുന്നതിന് തൊട്ട് മുൻപായി ഈ മലപ്പുറത്തെ മറ്റൊരു യുവാവിന്റെ ഫോണിൽ നിന്നും രണ്ടുപേരുടെ ഫോണിലേക്കും ഈ കോൾ വന്നതായി പോലീസ് കണ്ടെത്തിയത്. അതാണ് ഇപ്പോൾ സിനാദ് സൂചിപ്പിച്ച ഈ മഞ്ചേരി ഈ ജോലി ചെയ്യുന്ന ഈ യുവാവ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ യുവാവിനൊപ്പമാണ് പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോയത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. അതിനിടയിലാണ് ഇപ്പോൾ 24 ഈ സെലൂണിൽ മുംബൈയിലെ സെലൂണിൽ പെൺകുട്ടികൾ എത്തിയതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തുവിടുന്നത്. സ്വാഭാവികമായും ഇത് അന്വേഷണത്തിന് കൂടുതൽ ഗുണകരമാകും. ഈ മുംബൈ കേന്ദ്രീകരിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്താൻ പോലീസിന് ഇത് സഹായകമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസും വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ബന്ധുക്കളും ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഞ്ചേരി ജോലി ചെയ്യുന്ന ഈ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഏതൊരു സാഹചര്യത്തിലാണ് പെൺകുട്ടികൾ പോയത്, അതുകൊണ്ട് തന്നെ മാത്രമല്ല എവിടെയാണ് പെൺകുട്ടികൾ ഉള്ളത്, എന്ത് കാരണം കൊണ്ട് ഇവിടെ നിന്നും അപ്രത്യക്ഷമായി പിന്നീട് എങ്ങോട്ടേക്കാണ് നീങ്ങി നടക്കുമുള്ള കാര്യങ്ങൾ വിശദമായി അറിയണമെങ്കിൽ ഈ യുവാവിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും താനൂർ പോലീസും യുവാവിനെ നിലവിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാകുമോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ യുവാവിൽ നിന്ന് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. ഏതായാലും ഈ രണ്ട് പെൺകുട്ടികൾ യുവാവിനൊപ്പം പോയി അല്ലെങ്കിൽ യുവാവും ഈ പെൺകുട്ടിയോടൊപ്പം അനുഗമിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ യുവാവിനെ കേന്ദ്രീകരിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നതാണ്. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ ഈ ഓൺ ദ വേയിൽ നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നവർ ഈ കുട്ടികളെ തിരിച്ചറിയാൻ എന്താണ് മാർഗം? അവർക്ക് തിരിച്ചറിയാൻ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അവരുടെ രൂപം, രീതി, അവരുടെ വസ്ത്രം, അങ്ങനെ എന്തെങ്കിലും കാര്യം? സമീർ, യഥാർത്ഥത്തിൽ ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വസ്ത്രം മാറിയെന്നല്ലേ പറഞ്ഞത്? ഇവരെ കണ്ടുപിടിക്കാൻ പോലീസ് വല്ല നമ്പറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? താനൂർ പോലീസിന്റെ മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ മൊബൈൽ നമ്പറും 24 അടക്കം അത് നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. നിലവിൽ ഈ പെൺകുട്ടികൾ വീട്ടിൽ നിന്നും ദേവദാർ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ യൂണിഫോമിലാണ് ഈ പെൺകുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നത്. പിന്നീട് ഇന്ന് വൈകുന്നേരം ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യം 24 പുറത്തുവിട്ട സമയത്താണ് ഈ പെൺകുട്ടികൾ യൂണിഫോം മാറി മറ്റൊരു വസ്ത്രം ധരിച്ചതായി പോലീസിനും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിനും കൃത്യമായി തന്നെ മനസ്സിലായത്. യഥാർത്ഥത്തിൽ ഇവരോടൊപ്പം ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അയാളെ മുംബൈ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇയാൾക്ക് മലപ്പുറവുമായിട്ടുള്ള ബന്ധം നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞോ? ഇയാൾ എടവണ്ണ സ്വദേശിയാണ്. ഈ മഞ്ചേരിയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് താനൂർ പോലീസ് നൽകുന്ന വിവരം. ഈ പെൺകുട്ടികൾ മിസ്സാവുന്നതിന് തൊട്ട് മുൻപ് പലതവണയായി ഇയാൾ ഈ രണ്ട് പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് മാറി മാറി വിളിച്ചിരുന്നു. മാത്രമല്ല നേരത്തെയും പലതവണ ഇയാൾ വിളിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ പെട്ടെന്ന് പരിചയപ്പെട്ട ഒരാളല്ല, മറിച്ച് നേരത്തെ തന്നെ ഈ പെൺകുട്ടികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ പരിചയമുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഈ യുവാവും ഇവരും രണ്ടുപേരും ചേർന്ന് ഇവിടെ നിന്ന് പോയത് എന്നുള്ള നിഗമനം തന്നെയാണ് പോലീസ് ഉള്ളത്. പിന്നീടായിരിക്കാം ഈ പെൺകുട്ടികളും മാതാപിതാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അവരെന്താണ് പറയുന്നത്? ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ, അവരോട് സംസാരിക്കാൻ പറ്റിയോ?
SK നമ്മൾ ഇന്ന് തന്നെ രാവിലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ പോകാനുണ്ടായ കാരണം ഒരു തരത്തിലും അവർക്കറിയില്ല. മാത്രമല്ല ഇവരുടെ കയ്യിൽ പണവും ഒന്നും തന്നെ ഇല്ല. സ്കൂളിലേക്ക് പോകാൻ നൽകിയ തുച്ഛമായ പണം മാത്രമാണ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇവർ സുഹൃത്തുക്കളാണ്. അതിലപ്പുറം അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ പോകുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഒന്നും തന്നെ ഈ മാതാപിതാക്കൾക്ക് ആർക്കും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷഹദ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് നസീറുമായി തന്നെ നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് വീട്ടിലെ ഒരു പ്രശ്നങ്ങളില്ല, മാത്രമല്ല മറ്റുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഒന്നും കൃത്യമായി തന്നെ അറിയില്ല. ഇങ്ങനെ പോവേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് ഈ ഷഹദയുടെ പിതാവ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ അശ്വതിയുടെ സഹോദരിയുമായി ഈ കണത അശ്വതിയുടെ സഹോദരിയുമായും നമ്മളിന്ന് രാവിലെ തന്നെ സംസാരിച്ചിരുന്നു. അവരും പറഞ്ഞത് തന്നെയാണ് യാതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ കുട്ടി പോയത് എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ അറിയില്ല. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് മാത്രമാണ് അറിയുക. മാത്രമല്ല കൂടുതൽ പണം ഇവരുടെ കയ്യിൽ ഇല്ല എന്നും കുടുംബം സ്ഥിരീകരിക്കുന്നു.